ചെറിയൊരു അശ്രദ്ധയ്ക്ക് പകരമായി ഈ വീട്ടമ്മയ്ക്ക് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ്. ഇത്തരത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ വളരെ ലാഘവത്തോടെ ചെയ്യുന്ന പല പ്രവൃത്തികളും അങ്ങേയറ്റം അപകടം വിളിച്ചു വരുത്തുന്നതും അതുപോലെ തന്നെ ജീവഹാനിക്ക് വരെ കാരണമായേക്കാവുന്നതുമാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ഒരു സംഭവം. തിരുവനന്തപുരം പാലോട് പ്ലാവറ സ്വദേശിനി കുന്നുംപുറത്ത് വീട്ടിൽ സിമി സന്തോഷ് എന്ന യുവതിയാണ് കഴിഞ്ഞ ദിവസം അതിദാരുണമായി മരണത്തിന് കീഴടങ്ങുന്നത്. കുടുംബം പോറ്റാനായി ഹോട്ടലിൽ ജോലിക്ക് പോവുകയായിരുന്നു സിമി. ഇതിനിടയിലാണ് ഇവരെ മരണം കവർന്നെടുക്കുന്നത്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർ. ഇതിനായി ചെയ്യേണ്ട ചില മുൻകരുതലുകൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 14-ാം തീയതിയാണ് സിമിയുടെ ജീവനെടുത്ത അപകടം നടക്കുന്നത്. നെടുമങ്ങാട് അഴീക്കോട്ടുള്ള ഒറേസ എന്ന ഹോട്ടലിലെ ജീവനക്കാരിയായിരുന്നു സിമി. എന്നത്തെയും പോലെ രാവിലെ സിമിയും കൂടെ ജോലി ചെയ്യുന്ന രാജയും കൂടി ഹോട്ടലിലേക്ക് എത്തുകയും ഹോട്ടൽ തുറന്ന ശേഷം അടുക്കള ഭാഗത്തേക്ക് സിമി ചായയിടാനായി പോവുകയുമായിരുന്നു. ഇതിനിടെ കടയിൽ നിന്നും വലിയ സ്ഫോടന ശബ്ദം കേട്ടാണ് നാട്ടുകാരെല്ലാവരും അവിടേക്ക് ഓടിയെത്തുന്നത്. ഓടിയെത്തിയ നാട്ടുകാർ കാണുന്നത് സ്ഫോടനത്തിൽ ആകെ ചിതറിക്കിടക്കുന്ന ഹോട്ടലാണ്. അവിടെ പരിക്കേറ്റ നിലയിൽ 3 പേരെയും കണ്ടെത്തി. സിമിയെയും രാജിയെയും കൂടാതെ ഹോട്ടലിലേക്ക് ചായ കുടിക്കാനായി എത്തിയ നവാസ് എന്ന വ്യക്തിക്കും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. ഉടൻ തന്നെ 3 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് നവാസ് മരണത്തിന് കീഴടങ്ങുന്നത്. പിന്നാലെ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് സിമിയുടെ മരണവും സംഭവിക്കുന്നത്. രാജി ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഹോട്ടലിൽ തലേദിവസം രാത്രി ഗ്യാസ് ലീക്ക് ആയിരുന്നു എന്നാണ് വിവരം. ഒരുപക്ഷെ ഗ്യാസ് ഓഫാക്കാൻ മറന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലീക്ക് വന്നതോ ആയിരിക്കാം. രാത്രി അടഞ്ഞുകിടന്ന കടമുറിയിൽ ഈ വാതകം തങ്ങി നിൽക്കുകയും രാവിലെ എത്തി ലൈറ്റ് ഇട്ടതോടുകൂടിയോ അല്ലെങ്കിൽ തീ കത്തിച്ചതോടുകൂടിയോ അപകടം സംഭവിച്ചതായിരിക്കാനാണ് സാധ്യത. ഇത്തരത്തിലുള്ള നിരവധി അപകടങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ നമ്മൾ പതിവായി ചെയ്യുന്ന വീട്ടുജോലികൾ പോലും അപകടം വിളിച്ചു വരുത്തുന്നതാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ഒരു സംഭവം. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം. പാചകം കഴിഞ്ഞാൽ ഉടൻ സ്റ്റൗവിലെ നോബ് ഓഫ് ചെയ്യുന്നതോടൊപ്പം സിലിണ്ടറിലെ റെഗുലേറ്ററും നിർബന്ധമായി ഓഫ് ചെയ്യാനായി ശ്രദ്ധിക്കണം. വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയങ്ങളിലും അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തുമൊക്കെ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷനിലെ ഹോസിൽ വിള്ളലുകളോ പഴക്കമോ ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഈ ഹോസ് ചൂടുള്ള പ്രതലങ്ങളിൽ തട്ടാതിരിക്കാനും ശ്രദ്ധിക്കണം. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും തറയിൽ നിവർത്തിവെച്ച് മാത്രം സൂക്ഷിക്കുക. സിലിണ്ടറിനടുത്തായി മണ്ണെണ്ണ, തുണികൾ, പേപ്പറുകൾ തുടങ്ങിയ തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ ഒന്നും തന്നെ വെക്കരുത്. ഗ്യാസ് ലീക്ക് ആകുന്നുണ്ടോ എന്ന് അതിന്റെ മണം വഴി പെട്ടെന്ന് തിരിച്ചറിയാനായി സാധിക്കും. അത്തരത്തിൽ മണം വന്നു കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആദ്യമായി റെഗുലേറ്റർ ഓഫ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നീട് മുറിയിലെ വാതിലുകളും ജനലുകളും എല്ലാം പൂർണ്ണമായി തുറന്നിട്ട ശേഷം വായുസഞ്ചാരം ഉറപ്പുവരുത്തുക. ഈ സമയം മുറിയിലെ ലൈറ്റ് സ്വിച്ചുകളോ മറ്റ് വൈദ്യുതി ഉപകരണങ്ങളോ ഒന്നും തന്നെ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യരുത്. കാരണം ഒരു ചെറിയ തീപ്പൊരി പോലും വലിയ സ്ഫോടനത്തിന് കാരണമായേക്കാം. അതുപോലെ തന്നെ അടുക്കളയിൽ കൂടുതൽ സമയവും ചെലവഴിക്കുന്ന വീട്ടമ്മമാർ അവരുടെ വസ്ത്രധാരണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരമാവധി പാകം ചെയ്യുമ്പോൾ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനായി ശ്രമിക്കുക. കാരണം മറ്റ് സിന്തറ്റിക് വസ്ത്രങ്ങൾക്ക് തീപിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഷോള്, സാരി, തട്ടം, മുണ്ട് എന്നിവയൊക്കെ തീപിടിക്കുന്ന രീതിയിലായിരിക്കരുത് ധരിക്കേണ്ടത്. എന്തായാലും ഇനിയെങ്കിലും ഓരോരുത്തരും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനായി ശ്രദ്ധിക്കുക.